ഹലോ ഗായ്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സൂര്യയുടെ പുതിയൊരു തമിഴ് മൂവി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. കറുപ്പ് എന്നാണ് മൂവിയുടെ നെയിം. മെയ് 14 റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന മൂവി മെയ് 15 റിലീസായി. കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ്, പേയ്മെന്റ്സിന്റെ അങ്ങനെയുള്ള അതൊക്കെ അവർ സോൾവ് ചെയ്ത് മെയ് 15 ഇന്ന് ആ ഒരു മൂവി ഇറങ്ങിയായിരുന്നു. ഞാൻ മൂവി കണ്ടായിരുന്നു. അപ്പം മൂവി എങ്ങനെയുണ്ടെന്ന് അറിയാം. I could do this all day, I could do this all night, all month, all year for my ഗൈസ്, മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അത്രയ്ക്ക് ക്ലിക്കായിട്ടില്ല. ഈ ഒരു മൂവി എനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. മൂവിയുടെ മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. മേക്കിംഗ്, അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, അതൊന്നും നമ്മൾ എടുത്തു പറയേണ്ട. അഭിനയിച്ചിരിക്കുന്നവരൊക്കെ സൂപ്പർ ആയിരിക്കും എന്ന് നമുക്കറിയാം. ബട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് അതിൻ്റെ ഒരു സ്റ്റോറി കൺസെപ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ ആദ്യമേ ഞാൻ പറയാം, ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 5 2.5 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. സോ മൂവി എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫിലൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നൊരു സ്ലോ പേസിൽ പോകുന്നൊരു മൂവിയാണ്. ഇന്ദ്രൻ സൈഡിനൊക്കെയാണ് മൂവിയിൽ നമുക്ക് ഫസ്റ്റ് ഹാഫാണ്. ഒത്തിരി മലയാളി ആക്ടേഴ്സ് ഇതിലുണ്ട്, ആക്ട്രസ് ഉണ്ട്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് തമിഴ് മൂവീസിൽ അങ്ങനെ വരുന്നത്. സ്ഥിരമായിട്ട് അത് കാണുന്നുണ്ട്. സോ ആ ട്രെൻഡ് ഈ ഒരു മൂവിയിലും ഉണ്ട്. സോ മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോർട്ട് റൂം ഡ്രാമ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൂവിയാണ്. ബട്ട് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ചില പോർഷൻസിൽ മേ ബി സൂര്യ ഫാൻസിന് അത് ക്ലിക്കാവും. അതിന് വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് നമ്മളൊരു മിഡിൽ എത്തുമ്പോഴത്തേക്കും ആ ഒരു റോള്, ഇന്ദ്രൻ സേണിൻ്റെ റോളും ആ ഒരു കോർട്ട് റൂമിൻ്റെ കുറച്ച് സംഭവമൊക്കെ ചേഞ്ച് ആവും. അപ്പം ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ് വെച്ച് ഇൻ്റർവെൽ സീനിൽ വെച്ച് നിർത്തുമ്പോൾ കുറച്ചൊരു ഹൈപ്പോട് കൂടി നിർത്തുന്നതാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ എന്താ കാണിച്ചു വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടെ. ഒരുപാട് റെഫറൻസ് ആഡ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വന്ന പോർഷൻസ് ഉണ്ട്. ചില പോർഷൻസ് ഞാൻ എടുത്തു പറയാം. സ്പോയിലറൊന്നുമല്ല, നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും. ലിയോ മൂവിയുടെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ എന്തിനും ഇതിൽ ഇങ്ങനെ കാണിച്ചു എന്നുള്ളത് അറിയത്തില്ല. മേ ബി ഒരു വിജയുടെ ഒരു ഹൈപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അതൊട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അതൊരു മാച്ചിങ് സീക്വൻസ് അല്ല. ഈ ഒരു സ്റ്റോറി പോകുമ്പോൾ എടുത്ത് കട്ട് ചെയ്ത് അവിടെ ഇടയിൽ വെച്ചത് പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായത്. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ ക്ലൈമാക്സിൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ സിംഗം മൂവിയുടെ റെഫറൻസ് ഉണ്ട്. ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ കാന്താര മൂവി പോലെയൊക്കെയാണ്. പക്ഷെ അത് അത്രയൊന്നും വർക്കൗട്ട് ആയില്ല. കാന്താര അത് വേറൊരു ലെവൽ സാധനമാണ്. ബട്ട് ഇതതുപോലെയൊന്നും വർക്കൗട്ട് ആയില്ല. ഞാൻ വിജയ് ഫാനോ സൂര്യ ഫാനോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫാനോ ഇല്ല. നല്ല മൂവി ആരുടെ ആണെങ്കിലും ഇഷ്ടമാണ്. സൂര്യയുടെ സുരരൈ പോട്ടർ, പിന്നെ ജയ് ഭീം, നല്ല പടം, എന്ത് നല്ല സ്റ്റോറിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു മൂവി കൺസെപ്റ്റ് എനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തീമെന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വന്ന് ഒരു ഹ്യൂമനുമായിട്ടുള്ളൊരു ബെറ്റൊക്കെ വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു തീം. അത് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനത്തെ ഒരു തീമോട് കൂടി തുടങ്ങുന്നൊരു മൂവിയാണ്. ബട്ട് എൻ്റർടൈനിങ് ആണ്. സൂര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ സൂര്യ ഫാൻസിന് ആവശ്യമായ കുറേ എലമെൻറ്റ്സ് അതിലൊക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റോറി കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന് നമുക്ക്, റിയാലിറ്റി ആണെന്ന് നമ്മൾ കരുതാതെ ഫിക്ഷണൽ ആണെന്ന് പറഞ്ഞു പോയി കണ്ട പെർഫെക്റ്റ് ആണ്. ഞാൻ പക്ഷേ സൂര്യയുടെ മൂവിയിൽ ഒരു ഫിക്ഷണൽ മൂവിയായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായതുകൊണ്ടാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ചിലപ്പോൾ മേ ബി കുറേ പേർക്ക് ഫിക്ഷണലായിട്ട് പുള്ളീനെ അങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കാം. എനിക്ക് ആ ഒരു സ്റ്റോറിയിലെ ഇത് കൺസെപ്റ്റ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിപ്പോയി. അത് അത്രയേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യനും ഒരു ദൈവവും തമ്മിൽ ബെറ്റ് വയ്ക്കുന്നതും അവർ തമ്മിലുള്ള അടിയും വാട്ട് നോൺസെൻസ് വാട്ടോ, അതൊക്കെ പോട്ടെ. അപ്പം ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത് കാന്താരയുടെ ഇത്, പിന്നെ ഇറങ്ങാത്തൊരു മൂവി ഉണ്ടല്ലോ ടോക്സിക്, അതിൻ്റെ ഒരു റെഫറൻസും ഉണ്ട്, ഡാഡ് ഈസ് ഹോം. അത് ശരിക്കും ആ ഒരു മൂവിയിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു ഡയലോഗ്. അത് ഇതിൽ എന്തിനു കൊണ്ടുവന്നിട്ട് വന്നു വാട്ടോ. അപ്പോൾ മൂവി ഒരു ബിലോ ആവറേജ് ആണെന്ന് ഞാൻ പറയും. ഒത്തിരി റിവ്യൂവേഴ്സ് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഈ മൂവീനെ പൊക്കുന്നുണ്ട്. മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് അവർ ഫാൻ ഷോ ഇരുന്ന് കണ്ടതാണ്. ഞാൻ ഫാൻസ് അത്യാവശ്യമുള്ള ഒരു ഷോയിൽ തന്നെ കയറിയത്. ഒരു
പുള്ളീനെ കാണിക്കുമ്പോൾ അങ്ങ് വിസിലടിയും കയ്യടിയും ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ സാധാരണ മൂവീസിൽ വിസിലടി കയ്യടിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വോവ് ഫാക്ടർ വരണമല്ലോ. ഇത് പുള്ളീനെ കാണിക്കുമ്പോൾ തന്നെ അങ്ങ് വിസിലടി, ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം പല റിവ്യൂവേഴ്സ് ഈ മൂവിക്ക് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടിരിക്കുന്നത്. ഞാൻ ഷസാം എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് മെയിൻലി ഞാൻ ഈ മൂവിക്ക് പോയത്. പുള്ളി ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കരമായിട്ട് പുള്ളി അടിപൊളിയാണ്, പുള്ളിക്ക് വർക്കൗട്ടായി, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ഈ മൂവി നിങ്ങളൊന്ന് പോയി ഒരു നോർമൽ ഓഡിയൻസിൻ്റെ അവിടെ ഇരുന്ന് കാണണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു വിസിലടിയും ഒരു ചിയറിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഇരിക്കുമ്പോൾ നമുക്കും ഹൈപ്പ് കയറിയെന്ന് വരാം. ബട്ട് അതിനുള്ള സംഭവം ഒന്നുമില്ല. പോട്ടെ, അടുത്ത മൂവി വരും എന്തായാലും. അപ്പം എനിക്ക് പറയാനുള്ളത് ബിലോ ആവറേജ് മൂവി. നിങ്ങൾ ഇത് OTT-യിലും TV-യിലും കണ്ടാൽ ഒട്ടും നിങ്ങൾക്കത് കണക്റ്റും ആവത്തില്ല. എന്തോ ഒരു മൂവി പോലെ തോന്നും. നിങ്ങൾ കാണുന്നെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം, അല്ലാതെ മൊബൈലിലിരുന്ന് ഒന്നും കണ്ടിട്ട് ഒരു ഗുണമില്ലാത്തൊരു മൂവി എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ. സോ നിങ്ങൾ OTT-യിൽ തന്നെ ഈ പടം, OTT-യിലല്ല, തിയേറ്ററിൽ തന്നെ ഈ പടം ഇരുന്ന് കാണണം. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. കിട്ടില്ല അഭിനയം ഒന്നും. ആ പുള്ളീനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അഭിനയത്തിലെന്ന്. ഈ ഒരു മൂവിയുടെ പ്രശ്നം സ്റ്റോറിയിലെ കൺസെപ്റ്റ് ചിലർക്കൊന്നും അത് കണക്റ്റ് ആവത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മേക്കിങ്ങോ അങ്ങനത്തെ ഒരു സംഭവത്തിനും ഒരു പ്രശ്നമില്ല. ട്രിഷ അഭിനയിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് പുള്ളിക്കാരി ചെയ്ത്. RJ ബാലാജി, പുള്ളിയും സൂര്യയും തമ്മിലുള്ള കുറേ സംഭവങ്ങൾ കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സേട്ടനെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് കൊടുത്ത വേഷം. പിന്നെ സ്വാസിക, പിന്നെ ശിവദ നായർ, ഇവരൊക്കെയാണ് മലയാളത്തിൽ നിന്ന് പോയത്. പിന്നെ അനഘമായ രവി, പുള്ളിക്കാരി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മൻസൂർ അലി കാണുന്നുണ്ട്, കാണുമില്ല പുള്ളി ഇല്ലാതെ എന്ത് വില്ലൻ വേഷങ്ങൾ. സോ പുള്ളിക്കാരനുണ്ട്. ഡയറക്ടർ RJ ബാലാജി തന്നെയാണ്. പ്രൊഡ്യൂസർ SR പ്രഭു എന്ന് പറയുന്നത്. മ്യൂസിക് സായി അഭിനയിക്കും. മ്യൂസിക് എടുത്ത് പറയണം, വെടിച്ചില്ല മ്യൂസിക്. എല്ലാ പാട്ടും കൊള്ളാം, BGM കൊള്ളാം. പാട്ട് പക്ഷെ അടുത്തടുത്ത് വരുന്നത്, അത് കുറച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊള്ളാം. ഒരു പാട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പാട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരു സീനുണ്ട്. അത് വേണ്ടായിരുന്നു, എങ്കിലും കൊള്ളാം. സിനിമാറ്റോഗ്രാഫിക്ക പക്ക, ഒന്നും പറയാനില്ല. സ്റ്റണ്ടും കൊള്ളാം. സൂര്യയുടെ കുറേ കിട്ടില്ല സ്റ്റണ്ട് സീക്വൻസസ് ഉണ്ട്. സോ നിങ്ങൾ പോകുമ്പം നിങ്ങളൊരു സൂര്യ ഫാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ക്രൗഡിൻ്റെ ഇടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റണ്ടിൻ്റെതാണെങ്കിലും ഡാൻസിൻ്റെ ആണെങ്കിലും പാട്ടിൻ്റെ ആണെങ്കിലും ആ ഒരു ഹിറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. സ്റ്റോറി വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറിയാണ്. നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ ജെയ്ബീമോ സുറേ പോട്ടറോ കണ്ടതുപോലെ ഒരു റിയൽ സംഭവമായിട്ട് കണക്ട് ചെയ്യില്ല, ഫിക്ഷണലാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ പോയി കാണണം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ഒരു കൺസെപ്റ്റ് എനിക്ക് അത്ര ക്ലിക്കായിട്ടില്ല. മൂവി എൻറ്റയർലി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾ പോകുമ്പോൾ ഫിക്ഷണൽ മൂവിയാണ്, കുറച്ച് ഫാൻസിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ പോയിരുന്ന് കാണുമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ റെഫറൻസസ് കുറച്ചുകൂടെ നന്നായിട്ട് പ്ലേസ് ചെയ്യായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ ഇതിനു മുമ്പ് റെഫറൻസസ് പ്ലേസ് ചെയ്ത പല മൂവീസ് ഈവൻ മലയാളത്തിൽ പോലും കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോഴത്തെ റെഫറൻസസ് അറിയില്ല, മോഹിനിയാട്ടം, അവരെന്ത് കിട്ടില്ല ആയിട്ട് റെഫറൻസസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ആ ഒരു റെഫറൻസസിൻ്റെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട്. ബട്ട് കുഴപ്പമില്ല, നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇത് OTT-യിലും TV-യിലൊന്നും ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടും പിടിക്കത്തില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സൂര്യയുടെ ഈ പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ തന്നെ. OTT-ക്കോ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ദൃശ്യം 3യുടെ റിലീസാണ്. അതിനൊരു ഹോപ്പുണ്ട്. കാട്ടളൻ മൂവി, അതിനൊരു ഹോപ്പുണ്ട്. പിന്നെ ഏതാണ് ടോക്സിക്, അതിൻ്റെ റിലീസ് എന്താണെന്ന് അറിയത്തില്ല പുതിയത്. ഓക്കെ, അപ്പം നിങ്ങൾ സൂര്യ ഫാൻ ആണെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. നിങ്ങൾക്കുള്ള സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ട്, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും. ബാക്കിയുള്ള സൂര്യക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ സ്റ്റോറിയുള്ള ഒരു പടത്തിൽ അഭിനയിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി നെക്സ്റ്റ് പടം പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഒന്ന് കത്തിക്കും. ഇതിൽ പുള്ളിയുടെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും എല്ലാം ഉണ്ട്. കൺസെപ്റ്റ് മാത്രം കുറച്ച് പ്രശ്നം. ഞാൻ റിവ്യൂ കണ്ടതിൽ എനിക്ക് കുറച്ചുകൂടെ ജെന്യൂനാണെന്ന് തോന്നിയ ഒരു റിവ്യൂ പറഞ്ഞത് സീക്രട്ട് ഏജൻ്റാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതിൽ കുറച്ച്
കാര്യങ്ങളുണ്ട് ഈ മൂവിയിൽ. എനിക്ക് ഷസാം പറഞ്ഞ റിവ്യൂവിനോട് ഒട്ടും പുള്ളി കണ്ടിട്ടാണോ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്സിങ് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കും. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം. നിങ്ങൾ ബാക്കിയുള്ള റിവ്യൂസ് പറയുന്നതൊന്നും കേൾക്കണ്ട. കൊക്കും കോഴിയും ഷസാമും ഷമാമും ഇതൊന്നും പറയുന്നതൊന്നും കേൾക്കണ്ട. നിങ്ങൾ പോയി കണ്ടിട്ട്, ഒരു മൂവിയല്ലേ, 100-200 രൂപ ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് ഒരു 2.5 മണിക്കൂർ കണ്ടെന്ന് പറഞ്ഞൊന്നും പറ്റാനൊന്നും തോന്നുന്നില്ല. സോ നിങ്ങൾ ഇപ്പം നമ്മളെ കാശ് കുറവാണ്, അങ്ങനത്തെ ഒരു കണ്ടീഷനാണെങ്കിൽ പോണ്ട കേട്ടോ. നിങ്ങൾ 200 രൂപയ്ക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിച്ച് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി പോയി കാശ് പാഴാക്കാൻ പാടില്ല. അപ്പം അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം ഗൈസ്. ഒരിക്കലും സീ യു, ബൈ. Level. Keep it on the level. I'm climbing up the ladder while you in the other shovel.